Good morning, students. Keam ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. First question ആണ്. The principal argument of the complex number is equal to 1 plus sin pi minus I cos pi divided by 1 plus sin pi I cos pi is. Then 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം sin പൈയുടെ വാല്യൂ എത്രയാണ്? sin pi എന്ന് പറഞ്ഞാൽ 0 ആണ്. cos പൈയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. നമ്മൾ ആദ്യം തന്നെ z കണ്ടുപിടിക്കാം. z is equal to 1 plus sin pi എന്ന് പറഞ്ഞാൽ 0 minus I into cos pi എന്ന് പറഞ്ഞാൽ -1 divided by 1 plus 0 plus I into cos pi എത്രയാണ്? -1. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നതൊക്കെ 1 plus I divided by താഴെ നമുക്ക് എന്ത് കിട്ടും? 1 minus I. 1 plus I by 1 minus. ഇതിന്റെ നമ്മൾ ഇതിനെ a plus I b രൂപത്തിലേക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാനായിട്ട് 1 plus I by 1 minus മുകളിലും താഴെ നമ്മൾ 1 plus I കൊണ്ട് ഗുണിക്കും. ഇവിടെ 1 plus I കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടണം? 1 plus I into 1 plus I എന്ന് പറയുന്നത് എത്രയാണ്? 1 plus I square plus 2I divided by താഴെ നമുക്ക് എന്ത് വരും? 1 minus I square. അപ്പൊ 1 plus I square 1 minus 1 plus 2I വരും. താഴെ നമുക്ക് എന്ത് വരും? 1 I square എന്ന് പറഞ്ഞാൽ -1 ആണ്. 1 plus 1 2 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ 1 1 ക്യാൻസൽ ആവും. 2I divided by 2 2 ക്യാൻസൽ ചെയ്യും. I എന്ന് ആൻസർ. I എന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ I എന്നുള്ള വാല്യൂ എത്ര എവിടെയായിരിക്കും? നമ്മൾ x ആക്സും y ആക്സും വരയ്ക്കുകയാണെങ്കിൽ I എന്നുള്ള ഇവിടെ ആയിരിക്കും. അപ്പോ ഒരു പ്യൂർലി ഇമേജിനറി നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? ആംഗിൾ π/2. അതായത് പ്യൂർലി ഇമേജിനറി ആയിരിക്കുന്ന ഒരു നമ്പറിന്റെ ആർഗ്യുമെന്റ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഐ ആണ്. പോസിറ്റീവ് ഐ ആണെങ്കിൽ +π/2 ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് π/2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് ചെയ്യാം. ഇപ്പോ I എന്നുള്ള നമ്പർ 0 plus I രൂപത്തിലാണ്. അപ്പൊ x plus I y-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. ടാൻ തീറ്റ കാണാനുള്ള ഫോർമുല എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. y/x ആണ്. y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/0. ടാൻ തീറ്റ = 1/0 എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? തീറ്റയുടെ വാല്യൂ π/2. അങ്ങനെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. രണ്ട് വിധത്തിൽ അറിയാം. ഒന്നല്ലെങ്കിൽ പ്യൂർലി ഇമേജിനറി നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് π/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1, therefore θ is equal to π/2. അങ്ങനെ എഴുതിയാൽ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഇതിന്റെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. π/2 എന്നാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let z is equal to x plus iy be a complex number. Be a complex number such that mod z plus I is equal to 2. Then the locus of z is a circle whose center and radius are 0, -1, 2, B, 0, 2, 2, C, 1, -1, 2, B, 0, -1, √3, E, 0, 2, 2. ഇങ്ങനെ 5 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: z equal x plus I will be a complex number such that mod z plus I is equal to 2. Then the locus of z is a circle whose center and radius ഏതെന്ന് പറയണം. നമുക്കറിയാം. അപ്പോൾ mod z minus c is equal to r എന്ന് പറഞ്ഞാൽ എന്താണ്? mod z minus a is equal to r എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് സർക്കിൾ. ഒരു സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. represents a circle whose center എന്ന് പറഞ്ഞാൽ എന്താണ്? whose center a and radius ഇതാണ് നമ്മുടെ പോയിന്റ്. mod z minus a is equal to r. നമ്മുടെ ഈ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മോഡ് z പ്ലസ് ഐ എന്നാണ് തന്നിരിക്കുന്നത്. ഈ മോഡ് z പ്ലസ് ഐ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് z മൈനസ്
ഇവിടെ നമുക്ക് ആ ഐ എന്നുള്ളതിന് ഇങ്ങനെ എഴുതാം 0 മൈനസ് ഐ എന്ന് എഴുതാം. Z മൈനസ് 0 മൈനസ് ഐ ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ഐ വരും. Z പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 2 ഫോം വരും. അപ്പോൾ മോഡ് Z പ്ലസ് ഐ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി? മോഡ് Z മൈനസ് 0 മൈനസ് ഐ ഈസ് ഈക്വൽ ടു. ഇത് ബ്രാക്കറ്റ് റിലീസ് ചെയ്യുമ്പോൾ Z പ്ലസ് ഐ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. അപ്പൊ ഇവിടെ സെന്റർ എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് റേഡിയസ് എന്നുള്ളത് എന്താ മനസ്സിലായി? റേഡിയസ് എന്നുള്ളത് 2 ആണെന്ന് മനസ്സിലായി. ഇത് നമുക്ക് എന്താ കിട്ടണ്ടേ? സെന്റർ കിട്ടണം. സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതാണ് നമ്പർ. ഈ 0 മൈനസ് ഐ, 0 മൈനസ് ഐ എന്നാണ് നമ്പർ അല്ലെ? 0 മൈനസ് ഐ. 0 മൈനസ് ഐ വരുമ്പോൾ എക്സ് എന്നുള്ള വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. വൈയുടെ വാല്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ സെന്റർ എന്ന് പറയുന്നത് 0 മൈനസ് 1ഉം റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെ ഒരു വാല്യൂ അതിലുണ്ടോ? അതെ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ. 0 മൈനസ് 1 2 അതാണ് ആൻസർ. 0 മൈനസ് 1 അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? മോഡ് Z പ്ലസ് ഐ ഈക്വൽ ടു തന്നിട്ടുണ്ട്. മോഡ് Z പ്ലസ് ഐ ഈക്വൽ ടു ആണ്. ഇത് നമ്മൾ ഓർത്തിരിക്കുക. മോഡ് Z മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് എ സർക്കിൾ ഹൂസ് സെന്റർ എ ആൻഡ് റേഡിയസ് ആർ. അപ്പൊ ഈ ഒരു ഫോമിലോട്ട് ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. മോഡ് Z പ്ലസ് ഐ ഈക്വൽ ടുവിനെ ഈ ഒരു ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് എന്ത് ചെയ്തു? മോഡ് Z പ്ലസ് ഐ ഈക്വൽ ടു എന്നുള്ളത് Z മൈനസ് ഓഫ് 0 മൈനസ് ഐ. അപ്പൊ നമ്മുടെ എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? 0 മൈനസ് ഐ ആണ്. 0 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എക്സ് എന്നുള്ളത് വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ -1 ആണ്. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് 0 മൈനസ് 1. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 2. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. എല്ലാവരും എഴുതി കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Next question. If 2 plus I is a root of x square minus 4x plus 3 equal to 0, where C is a real number. C is a real number, then the value of C is C യുടെ വാല്യൂ കിട്ടണം. the options എന്തൊക്കെയാ തന്നിരിക്കുന്നത്? 2 B3 C4 T5 E0. ഇങ്ങനെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വാല്യൂ ആണ് ഇതിന്റെ ആൻസർ എന്ന് നോക്കണം. അപ്പോൾ 2 plus I is a root of x square minus 4x plus c is equal to 0, where c is a real number. c ഒരു റിയൽ നമ്പർ ആണ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക്കേഷന്റെ എല്ലാ കോഎഫിഷ്യൻസും, ഓൾ കോഎഫിഷ്യൻസ് ആർ റിയൽ. എല്ലാ കോഎഫിഷ്യൻസും ഒരു ക്വാഡ്രാറ്റിക്കേഷനിൽ റിയൽ ആണെങ്കിൽ അവിടെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഫോമിലെ എല്ലാ കോഎഫിഷ്യൻസും, ഒരു ക്വാഡ്രാറ്റിക് ഫോമിന്റെ എല്ലാ കോഎഫിഷ്യൻസും റിയൽ ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കണ്ടോ? റിയൽ ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് റിയൽ ആണ്. സി എന്നുള്ള റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക്കേഷന്റെ എല്ലാ കോഎഫിഷ്യൻസും റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്. ഇവിടെ നമുക്ക് ഒരു റൂട്ട് തന്നിട്ടുണ്ട്. ആൽഫ എന്നുള്ള റൂട്ട് എത്രയാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് റൂട്ട് നമുക്ക് തന്നിരിക്കുന്നത് 2 plus i ആണ്. ഒരു റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 2 plus i. അപ്പൊ അടുത്ത റൂട്ട് എന്തായിരിക്കും? ഒരു റൂട്ട് ആൽഫ ആണെങ്കിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺജുഗേറ്റ് പെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 minus i. അപ്പൊ രണ്ട് റൂട്ടും കിട്ടി. ആൽഫ എന്നുള്ള റൂട്ടും കിട്ടി, ബീറ്റ എന്നുള്ള റൂട്ടും കിട്ടി. ഇത് നമ്മോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാണാൻ പറഞ്ഞത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഫോർമുല എന്താണ്? സി ബൈ എ എന്നാണ്. ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 2 plus i into 2 minus i is equal to എന്ത് വരും? സി വരും. 2 plus i into 2 minus i എത്രയാണ്? 4 minus i square. That is equal to c. 4 minus i square എന്ന് പറഞ്ഞാൽ -1 ആണ്. 4 plus 1 that is equal to c. Therefore c യുടെ വാല്യൂ എത്രയാണ്? 5 വരും. 5 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയേ? ആൻസർ ഉണ്ട്. d is equal to 5. അപ്പൊ ഇതിന്റെ ആൻസർ d is equal to 5 ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഓർക്കാം. ഇവിടെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക്കേഷന്റെ എല്ലാ കോഎഫിഷ്യൻസ് റിയൽ ആണെങ്കിൽ അവിടെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെ കോൺജുഗേറ്റ് പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് ഒരു റൂട്ട് തന്നിട്ടുണ്ട് 2 + i എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത റൂട്ട് എന്തായിരിക്കും 2 - i. അപ്പൊ 2 + i × 2 - i. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് കാണാനുള്ള ഫോർമുല എന്താണ്? C/a എന്നാണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് കാണാനുള്ള ഫോർമുല C/a. a എന്ന് പറഞ്ഞാൽ എന്താണ്? x² കോഎഫിഷ്യന്റ്. x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അപ്പൊ C/1. അപ്പൊ 2 + i × 2 - i = C. 2 + i × 2 - i എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2² + 1 = 5. അപ്പൊ ആൻസർ 5. എല്ലാവരും എഴുതിയിരിക്കാം കേട്ടോ.